എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ തായ്ലാൻഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് മസ്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് തായ്ലാൻഡിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇൻ്റർനാഷണൽ വെക്കേഷന് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും പോകാനായിട്ട്. പക്ഷേ തലേന്ന് ഇഷാന് കുറച്ച് ഫീവറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. അവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മസ്കറ്റിൽ നിന്ന് ബാങ്കോക്കിലെ സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സലാം എയർ വഴിയാണ് വന്നത്. ഇവിടെ നിന്ന് മസ്കറ്റിൽ നിന്ന് ഇവിടേക്ക് 6 hours ജേണി ഉണ്ട്. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്രയും ടൈം ഫ്ലൈറ്റിലിരിക്കുന്നത്. നല്ല ഫണ്ണായിരിക്കുന്നായിരുന്നു ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മടുത്തിനായിരുന്നു ഇത്രയും ടൈം ഫ്ലൈറ്റിലിരിക്കാൻ. ഒമാനിൽ നമ്മൾ 1:30 സ്റ്റാർട്ട് ചെയ്തത്. ബാങ്കോക്കിൽ നമ്മൾ ഇവിടുത്തെ ടൈം 8:30 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇഷാൻ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബാങ്കോക്കിൽ എത്തി. അപ്പോൾ അതിന് ശേഷമുള്ള കാഴ്ചകൾ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പം ബാങ്കോക്കിലെത്തി. നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. ലാൻഡിങ് എല്ലാം നല്ല സ്മൂത്തായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിന് നമുക്ക് എവിടെയില്ല കാഴ്ച കിട്ടാം. ഇനി നമ്മൾ വിസ ഓൺ അറൈവലിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്ത്യൻസിന് ഇപ്പോൾ വിസ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഇമിഗ്രേഷനിലേക്ക് പോവുകയാണ്. ടിൽ നവംബർ വരെ നമുക്ക് ഇന്ത്യൻസിന് ഇവിടെ വിസേൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് പാസ്പോർട്ട് വരെ ഇമിഗ്രേഷനിൽ കാണിച്ചിട്ട് നമുക്ക്. ഇത് നമ്മൾ ബാഗ് കളക്ട് ചെയ്യുന്ന തിരക്കൊന്നും ഉണ്ടായിട്ട് നമ്മൾ പാസ്പോർട്ട് കൊടുത്തു. ഇമിഗ്രേഷനിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മൾ ഹോട്ടലിൻ്റെ ബുക്കിംഗ് കാര്യമെല്ലാം എടുത്തിനായിരുന്നു ഒരു സേഫ്റ്റിക്ക്. പക്ഷെ അതൊന്നും വേണ്ടെന്നുള്ളത് മെയിലിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജിലല്ല ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എംബസിയിൽ മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പാസ്പോർട്ടിൻ്റെ മാത്രം മതി എന്ന് പറഞ്ഞു മെയിലിൽ. അപ്പോൾ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് കാര്യമെല്ലാം പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല. ഇമിഗ്രേഷനിൽ പാസ്പോർട്ട് മാത്രം, പിന്നെ ഫിംഗർ പ്രിൻറ്റും. പെട്ടെന്ന് ഇറങ്ങിനായിരുന്നു. നല്ല അടിപൊളി ഓഫീസറായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയ 7-Eleven വന്നിട്ട് നമ്മൾ കഴിക്കാനുള്ള ഫുഡ് ഇവിടുന്ന് തൽക്കാലത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റൊന്നും അറിയില്ല, കഴിച്ചു നോക്കിയിട്ടാകുമ്പോൾ പറയാം. നമ്മളിനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 40-45 minutes ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഫുഡ് നമ്മൾ വാങ്ങി വെച്ചായിരുന്നു. 7-Elevenൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ കിട്ടുമെന്ന് കുറേ വീഡിയോസ് കണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഷാന് ബ്രെഡും എടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മൾ പുറത്തെത്തി. നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുമെന്ന് ഗ്രാബ് ആപ്പിൽ ഇവിടെ. അപ്പോൾ ഈ കാണുന്നെല്ലാം തോന്നുന്നു ഇവിടുത്തെ ടാക്സി. നമ്മൾ ഇവിടുത്തെ ടാക്സിയിൽ ചോദിച്ചപ്പോൾ 800 ബാത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രാബിൽ ബുക്ക് ചെയ്യുമ്പോൾ 300 വരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് മാത്രമേ അതിൽ അറിയുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്തായാലും അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഗ്രാബ് പിക്കപ്പ് പോയിന്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഐബിസ് ഹോട്ടലിലേക്ക് പോവുകയാണ്. പോകുന്ന സമയം ഫസ്റ്റ് നമുക്ക് ബാംഗ്ലൂർ പോലെയൊക്കെ തോന്നി. പിന്നെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ ദുബായിനെക്കാട്ടിയും നല്ല അടിപൊളി ബിൽഡിങ്ങൊക്കെ, നല്ല വലിയ ബിൽഡിങ് കാണാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒമാനിൽ നിന്നും ഇങ്ങനെ വലിയ ബിൽഡിങ് കാണാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അതിനുശേഷം വൈകുന്നേരം പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 7-Eleven ഫുഡൊക്കെ വാങ്ങി പറഞ്ഞില്ലേ, അത് എനിക്കും മോനും അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. നമ്മൾ ബ്രെഡും കഴിച്ച് പിന്നെ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മളെ നാട്ടിൽ അത്ര ടേസ്റ്റൊന്നുമില്ല, ഒപ്പിക്കാം ആ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ എത്രയായിരുന്നു. നമ്മളിവിടെ ബാങ്കോക്കിൽ 2 ദിവസമുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാം. നമ്മൾ തായ്ലാൻഡിലേക്കാണ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിരി ഉണ്ടാവും. ഞാനും അങ്ങനെ ചിരിച്ചിട്ടൊക്കെ ഉണ്ട്, കളിയാക്കിയിട്ട്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഫാമിലിക്ക് വരാൻ സേഫാണ്. നമ്മൾ ടാക്സി ഡ്രൈവറോടൊക്കെ സംസാരിച്ചപ്പോൾ ഫാമിലിക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ ബുദ്ധിമുട്ടായി തോന്നിയത് ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. ട്രാൻസ്ലേറ്റർ അത്യാവശ്യമാണ് ഇവരുമായിട്ട് സംസാരിക്കാൻ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചൊന്നും അവർക്ക് അത്ര മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലവരൊക്കെ മനസ്സിലാവും, എന്നാലും കൂടുതലും നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഇവിടെയൊക്കെ പോകണം എന്നുള്ള ഒരു ഐറ്റിനറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ MPK സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ MPK സെൻറ്ററിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, താഴെ ചെറിയ രീതിയിലുള്ള. അവിടെ നിന്ന് നമ്മൾ ഇളനീർ ഐസ്ക്രീം, അത് നമ്മൾ പണ്ടേ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇളനീർ ഐസ്ക്രീം, പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, അതും കൂടി എടുത്തു. ഇഷാന് ഫുഡ് അങ്ങനെ എല്ലാം കൊടുക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ അവനെ ഇളനീർ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതായിരുന്നു. അപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് നല്ല ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. ഇത് കഴിക്കാൻ ഫസ്റ്റ് എനിക്ക് മടിയുണ്ടായിരുന്നു. റൈസിൻ്റെ കൂടെ മാംഗോ എങ്ങനെ കഴിക്കാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ.
എനിക്ക് ഇഷ്ടമായിരുന്നത്. ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കറക്റ്റ് ജീൻസ് ഒന്നും മാച്ചായിട്ട് കിട്ടാറില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ജീൻസൊക്കെ കണ്ടു. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ആദ്യമേ നമുക്ക് തോന്നിയിരുന്നു അത്ര നല്ലയില്ല. പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി അത് യൂസ്ഡ് വൺസ് ആണെന്ന്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ തോന്നിയില്ല, അത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ ആ ടൈപ്പ് ഡ്രസ്സ് ഇവിടെ കിട്ടാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേ ബാങ്കോക്കിൽ MBKയിൽ വന്നായിരുന്നു. അപ്പോൾ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ 9 മണിയാവാനായി. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. നമ്മുടെ മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇങ്ങനെ ഇതുപോലെ സ്റ്റാൾ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സിൻ്റെയും ഫുഡിൻ്റെ ഒക്കെ. സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇഷാൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തില്ല. എനിക്കും മോനാണ് സീ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഇന്നലെ പറ്റിയില്ല, നെക്സ്റ്റ് ഡേ നമ്മൾ കഴിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിനി ഹോട്ടലിലേക്ക് പോവാണ്. എല്ലാവർക്കും ബാങ്കോക്കിലെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു സ്ഥലത്ത് പോയതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.